ലോ പഠിക്കണമെങ്കിൽ മെയിൻലി എന്ത് ചെയ്യണം, 4 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ എന്ത് ലോ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി ലോ ക്രാക്ക് ചെയ്യാം, ഈസിലി നമ്മുടെ സ്കോറിങ് എപ്പോഴാക്കി മാറ്റാം. അതിലൊന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്, റീഡ്, നല്ലോണം വായിക്കണം. ഈ വായിക്കണം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റെപ്പായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഇനി നമുക്ക് എന്ത് ചെയ്യണം, സെക്കൻഡ് സ്റ്റെപ്പാണ് റിവൈസ്. ഒരു ക്ലാസ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അതിൽ ഈ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, ഇനി ഓർത്തെടുക്കാൻ പറ്റുന്നതെന്ന് വിചാരിക്കാം. തേർഡ് സ്റ്റെപ്പ് എന്താണ്, റൈറ്റ്. ആ റിവൈസസ് ആവുമ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടോ. ഈ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, 4th സ്റ്റെപ്പായ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിലേക്ക് പോകുക. അതായത് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ഈ പ്രൊവിഷൻ ഇന്നത്തെ ക്ലാസ് വരെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടോ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ലോ ഈസി നമുക്ക് പഠിച്ചെടുക്കണം. നല്ല സ്കോറോട് നമുക്ക് ലോ പാസ്സാക്കാൻ പറ്റും.